ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ഏലിയാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള സ്പീക്ക് ആൻഡ് ടോക്ക്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ്. സോ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്പീക്കും ടോക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും മലയാളം മീനിങ് സംസാരിക്കുക എന്നാണ്. പക്ഷേ ഫോർമൽ സിറ്റുവേഷനും ഉണ്ട്, ഇൻഫോർമൽ സിറ്റുവേഷനും ഉണ്ട്. ഫോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ കോൺഫറൻസ് നടക്കുമ്പോൾ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, അതായത് ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോർമലായിട്ടാണ് സംസാരിക്കുന്നത്. സോ അവിടെ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഫാമിലിയിലുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ഇതൊക്കെ ഇൻഫോർമൽ സിറ്റുവേഷൻസ് ആണ്. അവിടെ നമ്മൾ ടോക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഓരോ എക്സാമ്പിൾസ് നോക്കാം. മിസ്റ്റർ മോഹൻ വിൽ സ്പീക്ക് അറ്റ് ദ കോൺഫറൻസ് ഓൺ ട്യൂസ്ഡേ. മോഹൻ ചൊവ്വാഴ്ച കോൺഫറൻസിൽ സംസാരിക്കും. ഇതൊരു ഫോർമൽ സിറ്റുവേഷൻ ആണ്. അതായത് ഒരു സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉള്ള ഒരാൾ ഫുൾ ഓഡിയൻസിന് ക്ലാസ് എടുക്കുവാണ്. സോ അവിടെ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മിസ്റ്റർ മോഹൻ വിൽ ടോക്ക് അറ്റ് ദ കോൺഫറൻസ് എന്ന് പറയത്തില്ല, മിസ്റ്റർ മോഹൻ വിൽ സ്പീക്ക് അറ്റ് ദ കോൺഫറൻസ് എന്നേ പറയത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഐ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കെൻ്റെ സുഹൃത്തിനോട് എന്തും സംസാരിക്കാം. ഇവിടെ സുഹൃത്തിനോടായതുകൊണ്ട് തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ടോക്ക് യൂസ് ചെയ്താൽ മതി. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ സ്പീക്ക് യൂസ് ചെയ്യുക, ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ടോക്ക് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഭാഷകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതുപോലെ രാഹുൽ ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ്. രാഹുലിന് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ഇങ്ങനെ ഭാഷകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, കസിൻസ്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒത്തിരി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഷീസ് എ ടോക്കറ്റീവ് പേഴ്സൺ. അധികം സംസാരിക്കുന്ന, ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരെ ടോക്കറ്റീവ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അവിടെ ടോക്കറ്റീവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിഡ്ഢിത്തം പറയാതെ എന്ന് പറയും അല്ലേ, അവിടെ നമ്മൾ ഡോണ്ട് ടോക്ക് നോൺസെൻസ് എന്നാണ് പറയേണ്ടത്. ഡോണ്ട് സ്പീക്ക് നോൺസെൻസ് എന്ന് ഒരിക്കലും പറയത്തില്ല. ഇതൊക്കെ ഇൻഫോർമൽ സിറ്റുവേഷൻസ് ആണ്. ഇനി നമ്മൾ പറയാറുണ്ടല്ലേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇത് 2 രീതിയിൽ ചോദിക്കാം. അതായത് ഫോർമലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ നീഡ് ടു സ്പീക്ക് ടു യു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സീരിയസ് മാറ്ററാണ്. ഒരു ഫോർമൽ സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. പക്ഷേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ മൊമെൻറ്റ്, എനിക്കൊരു നിമിഷം നിന്നോടൊന്ന് സംസാരിക്കാമോ. ഇത് ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അത് അത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ മൊമെൻറ്റ് എന്ന് ചോദിക്കാം. സ്പീക്കും ടോക്കും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫോർമൽ സിറ്റുവേഷൻസിൽ കഴിവതും സ്പീക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. സോ ടോക്കിൻ്റെയും സ്പീക്കിൻ്റെയും ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ടു മൈ ബോസ് അബൌട്ട് ക്വിറ്റിംഗ് മൈ ജോബ്. ഇവിടെ സ്പോക്ക് ആണോ ടോക്ഡ് ആണോ? യെസ്, ആൻസർ ഇസ് സ്പോക്ക്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ബോസിനോട് സംസാരിച്ചു. ഇതൊരു ഫോർമൽ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പോക്കാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ടു മീര അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദ പാർട്ടി. ഞാൻ പാർട്ടിയുടെ ക്രമീകരണത്തെക്കുറിച്ച് മീരയോട് സംസാരിച്ചു. ഇതൊരു ഇൻഫോർമൽ സിറ്റുവേഷൻ ആണല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ സ്പോക്ക് ആയിരിക്കുമോ ടോക്ഡ് ആയിരിക്കുമോ? ടോക്ഡ് ആയിരിക്കും. ഐ ടോക്ഡ് ടു മീര അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദ പാർട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ,
I can dash German and Spanish. Speak, talk. ഏതാണ് വേണ്ടത്? ലാംഗ്വേജസ് ആണ്, അതുകൊണ്ട് തന്നെ സ്പീക്ക് ആണ്. I can speak German and Spanish. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. He dash about the importance of exercises and having a good diet. അതായത് എക്സസൈസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല ഭക്ഷണക്രമത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചു. നമുക്കറിയാം ഇതൊരു ഫോർമൽ ടോക്കാണ്. അതുകൊണ്ട് തന്നെ he spoke about the importance of exercises and having a good diet. ഇതാണ് കറക്റ്റ് ആൻസർ. വളരെ ചെറിയൊരു ടോപ്പിക്കായിരുന്നു. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.